ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം എല്ലാവരും കണ്ടു കാണും നമ്മുടെ സുധിച്ചേട്ടൻ്റെ ഭാര്യ അഭിനയിച്ച ഒരു വീഡിയോ അഥവാ റീല്. അപ്പം ഈ റീല് വൈറലായതിനുപരി ഒരുപാട് നെഗറ്റീവ് കമൻസാണ് സുധിച്ചേട്ടൻ്റെ ഭാര്യയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് വളരെ മോശപ്പെട്ട കമൻസുകളാണ് സുധിച്ചേട്ടൻ്റെ ഭാര്യയ്ക്കെതിരെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ന്യൂസ് 8 സുധിച്ചേട്ടൻ്റെ ഭാര്യയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇന്ന് ഒരു പ്രതികരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ സുധിച്ചേട്ടൻ്റെ ഭാര്യയോട് ന്യൂസ് 8 ചാനലിൻ്റെ അവതാരിക ചോദിക്കുകയാണ്, രേണുവിന് എന്താണ് ഇതിനെപ്പറ്റി, ഈ നെഗറ്റീവ് കമൻസിനോട് രേണുവിന് എന്താണ് പറയാനുള്ളത്? അപ്പോൾ രേണു പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, കേവലം എനിക്ക് തോന്നുന്നു ആ വാക്ക് കേൾക്കുന്ന ഒരു മനുഷ്യ മനസ്സിന് എന്തായാലും വേദനപ്പെടുത്തുന്ന ഒരു വാക്കാണ് രേണു അവിടെ പറഞ്ഞത്. കാരണം ഇങ്ങനെയാണ് രേണു പറഞ്ഞത്, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, അന്ന് ഞാൻ അനുഭവിച്ച വേദനയോളം ഒന്നും വരില്ല ഇന്നീ നെഗറ്റീവ് കമൻസിന്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ വാക്കുകൾ കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. കാരണം നമ്മൾ സുധിച്ചേട്ടൻ്റെ ഭാര്യ എന്ന നിലയ്ക്കൊന്ന് ഒരു സ്ത്രീ എന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് രേണുവിനുണ്ടായ അവസ്ഥയെപ്പറ്റി പറയുകയാണെങ്കിൽ ആർക്കും തന്നെ അത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ്. കാരണം സുധിച്ചേട്ടൻ ഒരു കിടപ്പ് രോഗിയോ അല്ലെങ്കിൽ ഒരു വയ്യാഴിക വന്ന് കുറച്ച് നാൾ കിടക്കുകയോ അല്ലെ ആശുപത്രിയിലായിരുന്നതോ ഒന്നും തന്നെയല്ല. നമ്മൾ തന്നെ ഈ വാർത്ത കേട്ടപ്പോൾ എത്രയോ മലയാളികൾ പെട്ടെന്ന് ഷോക്കായൊരു വാർത്തയായിരുന്നു. ഒരു ഷൂട്ട് കഴിഞ്ഞ് വരുന്ന വഴിയിലാണ് സുധിച്ചേട്ടൻ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ആ സ്പോട്ടിൽ തന്നെ സുധിച്ചേട്ടൻ മരിക്കുന്നത്. അപ്പോൾ രേണു ഒരിക്കലും തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല ഇങ്ങനൊരു ഒരു നാടകത്തിന് ഇറങ്ങണം, അല്ലെങ്കിൽ എനിക്കൊരു അഭിനയിക്കാൻ കിട്ടുന്ന ഒരു ചാൻസ് കളയാതെ അഭിനയിക്കണം എന്നൊന്നും രേണു മനസ്സിൽ പോലും ചിന്തിച്ച് കാണത്തില്ലായിരിക്കും. സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം കുറേ പേര് സഹായിച്ചും വീട് കൊടുത്തും ഒക്കെ വീട് കിട്ടുകയും അല്ലെ കുറച്ച് പേര് സഹായിക്കുകയും ഒക്കെ ചെയ്ത് കാണും. പക്ഷെ എത്രയെന്ന് പറഞ്ഞാണ് ഒരു മനുഷ്യൻ സഹായിക്കുന്നത്? എനിക്ക് അങ്ങനെ ഒരു മനുഷ്യൻ സഹായിക്കുന്നതിനുപരി നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ആ കഴിവ് നമ്മൾ കണ്ടെത്തി അതിനനുസരിച്ച് നമ്മളെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് നമ്മൾ ചെയ്ത് ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതാണ് നല്ലത്. കാരണം മറ്റുള്ളവരോട് 1 2 അല്ലെ ഒരു 1000 2000 എത്ര എന്ന് പറഞ്ഞാണ് നമ്മൾ മേടിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഒരു ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ്, ഒരു പെണ്ണെന്ന നിലയ്ക്ക് ഒരുപാട് ആവശ്യങ്ങൾ കാണും. അപ്പോൾ ആ ആവശ്യങ്ങൾക്കെല്ലാം 5 10 എനിക്കൊരു 1000 എനിക്കൊരു 2000 നമ്മളത് എത്ര പേരോട് ചോദിക്കും? എന്നും ചോദിക്കുമ്പോൾ നമുക്ക് തരുന്ന ആ വ്യക്തിക്ക് തന്നെ അതൊരു മടുപ്പാവും, നമ്മളൊരു ബാധ്യതയാവും. അപ്പോൾ അതിനേക്കാൾ എത്രയോ നല്ലതാണ് നമുക്ക് എന്താണോ നമ്മുടെ ഉള്ളിലുള്ള കഴിവ് അത് കണ്ടെത്തി നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നതാണ് നല്ലത്. മറ്റുള്ളവരോട് ചോദിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ തന്നെ നമുക്കൊരു തൊഴിൽ കണ്ടെത്തി ചെയ്യുന്നതാണ്. അത് തന്നെയാണ് സുധിച്ചേട്ടൻ്റെ ഭാര്യ ഇവിടെ ചെയ്തത്. അതിലൊരു തെറ്റും എനിക്ക് കാണുന്നില്ല. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന എത്രയോ നടന്മാരുടെ ഭാര്യമാർ കല്യാണം കഴിഞ്ഞ് അഭിനയിക്കാതിരിക്കുന്നു. അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർ അവരുടെ അഭിനയത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിനാരും ഇങ്ങനെ കുറ്റം പറയുന്നില്ലല്ലോ. ഇത് സുധിച്ചേട്ടൻ്റെ ഒരു പാവം പിടിച്ച സ്ത്രീ ആയതും കൊണ്ടാണ് ഇങ്ങനെ പല രീതിയിലുള്ള മോശപ്പെട്ട കമൻസുകളിട്ട് അവരെ ദ്രോഹിക്കുന്നത്. ഈ പറയുന്ന ആരെങ്കിലും അവരുടെ ജീവിതം എങ്ങനെയാണ് അല്ലെ അവരുടെ അവസ്ഥ എങ്ങനെയാണെന്ന് ആർക്കെങ്കിലും അറിയാവോ? കേവലം ഒരു വാക്കുകൊണ്ട് മനുഷ്യ മനസ്സിനെ വേദനിപ്പിക്കാൻ എളുപ്പമാണ്. പകരം ഒരു നല്ല വാക്ക് പറഞ്ഞ് അവരെ ഒരു സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നമ്മളാൽ ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക.